റോഡ് അപകടത്തിൽപ്പെട്ടവർക്ക് രാജ്യവ്യാപക പണരഹിത ചികിത്സാ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ. അതനുസരിച്ച് അപകടത്തിൽപ്പെട്ടയാൾക്ക് ആദ്യ 7 ദിവസം പരമാവധി 1.5 ലക്ഷം രൂപ വരെ സൌജന്യ ചികിത്സ ലഭിക്കും. റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം പുറപ്പെടുവിച്ച ഗസറ്റ് വിജ്ഞാപനം അനുസരിച്ച് ഈ മാസം 5 മുതൽ പദ്ധതി പ്രാബല്യത്തിൽ വന്നു. റോഡ് അപകടങ്ങളിൽ കൃത്യസമയത്ത് വൈദ്യസഹായം ലഭിക്കാത്തത് മൂലമുണ്ടാകുന്ന മരണം കുറയ്ക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. രാജ്യത്തുടനീളം റോഡപകടത്തിൽപ്പെട്ടവർക്ക് നിയുക്ത ആശുപത്രികളിൽ പണരഹിത ചികിത്സാ പദ്ധതി നടപ്പാക്കി കേന്ദ്ര സർക്കാർ. ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനാപകട കേസുകളിൽ ഇരയ്ക്ക് ആദ്യ 7 ദിവസത്തേക്ക് 1.5 ലക്ഷം രൂപ വരെ സൌജന്യ ചികിത്സാ പദ്ധതിയിലൂടെ ഉറപ്പാക്കുന്നു. റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തിന്റെ ഗസറ്റ് വിജ്ഞാപനം അനുസരിച്ച് ഈ മാസം 5 മുതൽ പദ്ധതി പ്രാബല്യത്തിൽ വന്നു. 1988 മോട്ടോർ വാഹന നിയമപ്രകാരമാണ് പദ്ധതി വിജ്ഞാപനം ചെയ്തത്. റോഡപകടങ്ങളിൽ സമയബന്ധിതമായ വൈദ്യസഹായം ലഭിക്കാത്തതിനാൽ വർഷം തോറും സംഭവിക്കുന്ന മരണങ്ങളുടെ എണ്ണം കുറയ്ക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. മോട്ടോർ വാഹനം മൂലമുണ്ടാകുന്ന റോഡപകടത്തിനിരയാകുന്ന ഏതൊരു വ്യക്തിക്കും ഈ പദ്ധതിയുടെ വ്യവസ്ഥകൾക്കനുസൃതമായി പണരഹിത ചികിത്സ ലഭിക്കും. പോലീസ്, ആശുപത്രികൾ, സംസ്ഥാന ആരോഗ്യ ഏജൻസികൾ എന്നിവയുമായി ഏകോപിപ്പിച്ച ദേശീയ ആരോഗ്യ അതോറിറ്റിയായിരിക്കും പദ്ധതിയുടെ നിർവഹണ ഏജൻസി. NHAയ്ക്ക് കീഴിൽ എംപാനൽ ചെയ്യപ്പെട്ട സർക്കാർ, സ്വകാര്യ മേഖലയിലെ ആശുപത്രികളിൽ പണമടയ്ക്കാതെ അടിയന്തര ചികിത്സ ലഭിക്കും. ഈ പട്ടികയിൽ ഉൾപ്പെടാത്ത ആശുപത്രികളിലാണ് രോഗികളെ പ്രവേശിപ്പിക്കുന്നതെങ്കിൽ പ്രാഥമികമായി സൌജന്യ ചികിത്സ ലഭിക്കും. തുടർന്ന് പട്ടികയിലുള്ള ആശുപത്രിയിലേക്ക് രോഗിയെ മാറ്റണം. ഒരു സംസ്ഥാനത്തിനോ കേന്ദ്രഭരണ പ്രദേശത്തിനോ വേണ്ടി പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള നോഡൽ ഏജൻസി സംസ്ഥാന റോഡ് സുരക്ഷാ കൌൺസിലായിരിക്കും. നിയുക്ത ആശുപത്രികളിൽ പ്രവേശനം, ചികിത്സ, അനുബന്ധ കാര്യങ്ങൾ എന്നിവ ദേശീയ ആരോഗ്യ അതോറിറ്റിയുമായി ഏകോപിപ്പിക്കുന്നതിന് കൌൺസിലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തിന്റെ ഡീറ്റെയിൽഡ് ആക്സിഡന്റ് റിപ്പോർട്ട് ആപ്ലിക്കേഷന്റെയും NHAയുടെ ട്രാൻസാക്ഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെയും പ്രവർത്തനക്ഷമത സംയോജിപ്പിച്ച ഒരു IT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ പരിപാടി നടപ്പിലാക്കുക. ഈ പദ്ധതി പ്രകാരം ആശുപത്രികൾക്ക് എങ്ങനെ പണം നൽകും, ആശുപത്രികൾക്ക് പണം നൽകുന്നതിന് പാലിക്കേണ്ട നടപടികളെക്കുറിച്ചും പദ്ധതിയിൽ വ്യവസ്ഥയുണ്ട്. ഈ പദ്ധതി പ്രകാരം ഇരയെ ഡിസ്ചാർജ് ചെയ്ത ശേഷം ആശുപത്രി, സംസ്ഥാന ആരോഗ്യ ഏജൻസി നിർദ്ദേശിച്ചിട്ടുള്ള രേഖകൾ സഹിതം പോർട്ടലിൽ ചികിത്സാ പാക്കേജിന്റെ ചെലവ്